സുഹൃത്തുക്കളെ, പൂക്കളുടെ ബഹളം ഇത് എവിടാണല്ലേ? വാ പോര്, നമ്മളെ കൂടെ കൂടിക്കോളൂ. മലരിക്കൽ ആമ്പൽ വസന്തം ഈ വട്ടം നമ്മളും കൂടെ ഉണ്ട്, നിങ്ങളും കൂടിക്കോളൂ. പിങ്ക് ലഗൂൺ കാണണമെങ്കിൽ അതിരാവിലെ തന്നെ വരണം, ഇല്ലെങ്കിൽ കാര്യമില്ല, നിങ്ങൾ ട്രിപ്പ് കുളവും. വീണ്ടും അടുത്ത ദിവസം നിങ്ങൾക്ക് വരേണ്ടി വരും. അതിരാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് 6 തൊട്ട് 7 മണിക്കകത്ത് നിങ്ങൾ വരണം, ഇല്ലെങ്കിൽ ഈ പൂക്കളുടെ വൈബ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ വൈകുന്നേരം വന്നിട്ടാണ് പോയത് മക്കളെ. ആ സമയത്ത് വന്നിട്ട് ഒരു കാര്യമില്ല, ഇത് രാവിലെയാണ് ഈ പൂക്കൾ ഉണർന്നു വരുന്നത്. സോ അതിരാവിലെ വരിക. രാവിലെ 6 തൊട്ട് 10 മണി വരെ സമയമുണ്ട്, അതിൻ്റെ അകത്തേ വരാവുള്ളൂ. ലേറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മിസ്സാവും. വീണ്ടും അടുത്ത ദിവസം നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. സോ അതാണ് ഏറ്റവും കൂടി ബെറ്റർ. നമ്മൾ ഉള്ളിൽ കൊണ്ടുപോകും, ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉള്ളിൽ കൊണ്ടുപോകും. നിറച്ച് ഈ പിങ്ക് ലഗൂൺ തോട്ടത്തിൻ്റെ നടുക്കിലായിരിക്കും കൊണ്ടുപോകുന്ന. സോ ഒരു വൈബ് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുപോകുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക്. അങ്ങനെ നമ്മൾ വള്ളത്തിനുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ്. റോണി ആദ്യം തന്നെ കയറി, അങ്ങനെ ശ്രീജയും കയറിയിട്ടുണ്ട്, ജോഷിനെയും കയറി, അർച്ചനയും കയറി നിന്നിട്ടുണ്ട് കൂളായിട്ട് തന്നെ. ബട്ട് ചെറിയൊരു ഷേക്കും കാര്യങ്ങളുണ്ട്. സോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കയറിയപ്പം ചെറിയ ഷേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും വീണ് പോകണ്ടെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പേടി. ബട്ട് പാപ്പച്ചൻ ചേട്ടൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ട്രിപ്പ് വൈബാക്കി പോകാൻ പറ്റും. പറയുന്ന രീതി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വൈബ് വേറെ ലെവൽ തന്നെയായിരിക്കും. സോ ഗൈസ്, നിങ്ങളും വരുവാണെങ്കിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാകും, ബട്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ട്രിപ്പ് നമുക്കൊരു വൈബാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നേരെ നമ്മൾ ആമ്പൽ തോട്ടത്തേക്ക് പോവാം, പിങ്ക് ലഗൂൺ തോട്ടത്തേക്ക്. ഏകദേശം ഒരു 15 മിനിറ്റോളമായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. ഈ ഒരു പ്രകൃതി ഭംഗിയും കണ്ട് ഈ ഒരു കാഴ്ചപ്പാട് അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത. ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം വൈറലായി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ആമ്പൽ തോട്ടം, പിങ്ക് ലഗൂണിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ. അതുകൊണ്ട് അത്യാവശ്യം രാവിലെ നല്ല തിരക്കുണ്ടാകാറുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ കുറച്ചുകൂടി ഡീറ്റെയിൽ അറിയാൻ പറ്റും. സോ ഗൈസ്, നമ്മൾ പാപ്പച്ചൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നവർ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്കൊരു ഉപകാരം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടുപോകുക.
സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ മലരേക്കൽ ആമ്പൽ തോട്ടം. നമ്മളെ വള്ളക്കാരൻ പാപ്പച്ചേട്ടൻ നേരെ അതിൻ്റെ നടുക്കിൽ കൊണ്ട് നിർത്തി തന്നിട്ടുണ്ട്. മക്കളെ, നിങ്ങളങ്ങ് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങ് വൈബ് അങ്ങ് പൊളിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ജോഷിനെ കയ്യിലങ്ങ് സെൽഫി സ്റ്റിക്ക് അങ്ങ് കൊടുത്തു. ജോഷിനെ ഒന്നും നോക്കില്ല, എഴുതി നിന്നിട്ടാണ് വീഡിയോ അങ്ങ് ക്യാപ്ചർ ചെയ്യുക. 4 ചുറ്റം കണ്ടില്ലേ, പിങ്ക് ലഗുൻ്റെ തോട്ടാണ് ഫുൾ. അതിൻ്റെ നടുക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഗൈസ്, പാപ്പച്ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. പാപ്പച്ചേട്ടൻ നമ്പർ എന്തായാലും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ തന്നിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. ബിക്കോസ് ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നല്ല വൈറലായിരിക്കുന്ന സംഭവമാണ്. പക്ഷെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പാപ്പച്ചേട്ടനെ വിളിച്ചിട്ടേ വരാവുള്ളൂ. നിങ്ങൾ അല്ലാത്ത രീതിയിൽ വരാം. എന്തായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കും. നിങ്ങൾ കോൺടാക്ട് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടത്തേ ഉള്ളൂ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി മലരേക്കൽ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട്. നേരെ ലൊക്കേഷൻ ഇങ്ങോട്ടായിരിക്കും കൊണ്ടുവരുന്നത്. നിങ്ങൾ വിളിച്ചിട്ട് വരിക, അല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിൽ വരാം. സമയം നിങ്ങൾ നോട്ട് ചെയ്ത് അർലി മോർണിംഗ് തന്നെ ആയിരിക്കണം. 6 മണി ഇല്ലെങ്കിൽ 7 മണിക്കകത്ത് വരാൻ നോക്കുക. ബിക്കോസ് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടാകാറുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഓൾറെഡി ഒരു കമ്പനി പാപ്പൻ ചേട്ടൻ കിട്ടിയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ബട്ട് ബിക്കോസ് നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് നേരത്തെ വിളിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. അടിപൊളി വൈബ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ഒരു കാലത്ത് നിങ്ങളിത് മിസ് ചെയ്യാൻ പാടില്ല. സെപ്റ്റംബർ വരെ ഉണ്ടാവാറുള്ളൂ. ഓണക്കാലത്ത് ഈ ഒരു വൈബ് നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിരിക്കും. പൂത്തോട്ടത്തിനടുത്ത് വീണ്ടും നമ്മൾ നിർത്തി വള്ളക്കാരൻ ചേട്ടൻ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാനുള്ള അവസരം വീണ്ടും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ഇഷ്ടംപോലെ സേവ് ദ ഡേറ്റും ഫാമിലീസൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. നല്ലപോലെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളും നടക്കാറുണ്ട്. ഇഷ്ടംപോലെ അവിടെ ആൾക്കാർ വന്നിട്ട് ഇപ്പോഴും വീഡിയോ സേവ് ദ ഡേറ്റൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു അടിപൊളി വൈബുള്ള സ്ഥലം തന്നെയാണ്. ഈ ഒരു സീസൺ നിങ്ങൾ മിസ് ചെയ്യേണ്ട. മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷമേ വരാൻ പറ്റുള്ളൂ. സോ ഗൈസ്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇവിടെ വരാനുള്ള കാര്യങ്ങളും ടൈമും നമ്മളെ ചാനലിൻ്റെ കൂടെ കൂടിക്കോളും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുണ്ടായാലും നമുക്ക് ഇതുപോലത്തെ വീഡിയോ ഇനിയും ചെയ്യാനുള്ള സപ്പോർട്ട് കിട്ടുകയുള്ളൂ. സോ വൈബ് നമ്മൾ ഫുള്ള് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർച്ചനയ്ക്ക് അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അർച്ചനയും ജോഷിനിയും റോണിയാണ് ഏത് സൈലൻ്റ് ആയിട്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കുറേ പൂക്കൾ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പിച്ചിട്ടുണ്ട്.
നമുക്ക് കാണിച്ചു തരാം. എക്സ്പീരിയൻസ് പൊളിയായിരുന്നു, പൊളി വൈബ്. മലരക്കൽ ആമ്പൽ റൈഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോസും കാര്യങ്ങളൊക്കെ ചെയ്ത് വൈബ് അങ്ങ് ആസ്വദിച്ചാണ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂക്കളൊക്കെ കുറേ പിച്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ പാപ്പച്ചൻ ചേട്ടൻ കുറേ സപ്പോർട്ടഡ് ആയിരുന്നു നമ്മൾക്ക് ആ വൈബ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. പറയുന്ന സ്ഥലത്ത് അവർ പുള്ളിക്കാരൻ വള്ളം നിർത്തി തന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ് ആണ് പുള്ളിയുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പാപ്പച്ചൻ ചേട്ടൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാം. ആ ഒരു ബോട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. ആ സമയത്ത് പോയി വൈബ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പുള്ളിക്കാരൻ. അങ്ങനെ ആമ്പൽ കാലത്ത് ആമ്പൽ പൂവൊക്കെ കണ്ട് ആസ്വദിച്ച് ട്രിപ്പൊക്കെ വൈബ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണ്. സോ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ കോട്ടയത്ത് നിന്ന് വരുവാണെങ്കിൽ ഒരു 7-7.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിരിക്കുകയാണ്. സിനിമയിലും ഉണ്ട് പല. പിന്നെ സേവ് ദ ഡേറ്റ് ഒരുപാട് ഷൂട്ടിങ് കാര്യങ്ങൾ ഇവിടെ ഇപ്പം നടക്കാറുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ 2-3 സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത്, അതും കിടിലൻ സ്പോട്ടിൽ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, ആ ഒരു സ്പോട്ട് നമുക്ക് മിസ്സായി. ബിക്കോസ് അവർ നമ്മളെക്കാട്ടി നേരത്തെ വന്നത് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അവർ ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ടായിരിക്കാം. സോ നിങ്ങൾ നേരത്തെ രാവിലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യൂ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വെളുപ്പിൽ ഇവിടെ എത്തിക്കോളും. ഒരു 6-5:30 എത്തുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾ തന്നെ ക്യാപ്ചർ ചെയ്യും. ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും കുറവാണ്. നിങ്ങൾ തന്നെ ഇവിടെ വന്ന് ഫാമിലീസായിട്ടോ ബാച്ചിലറായിട്ടൊക്കെ ഈ ഒരു വ്യൂ ക്യാപ്ചർ ചെയ്തേക്കണം. ബിക്കോസ് ഈ ഒരു സീസൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഈ
ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫാമിലീസ് ആയിട്ട് കണ്ടില്ലേ, ഇഷ്ടംപോലെ ഇങ്ങനെ ഫാമിലീസും ബാച്ചിലേഴ്സൊക്കെ വരുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര. സോ ഞങ്ങൾ ഗൈസ് നമ്മളെ സ്ഥലത്ത് നമ്മൾ തിരിച്ച് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ട്രിപ്പ് വൈബാക്കാൻ സപ്പോർട്ടാക്കിയ പാപ്പച്ചൻ ചേട്ടൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ നോട്ട്. ചേട്ടന്റെ പേര് പാപ്പച്ചൻ, വണ്ടിയുടെ പേര് രാജകന്യക. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ പേരും കേട്ടല്ലോ, രാജകന്യക. പാപ്പച്ചൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ വെച്ച് കഴിഞ്ഞ് വള്ളത്തിന് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അർച്ചനാണെങ്കിൽ സിമ്പിളായിട്ട് ഇറങ്ങി അവിടെ നിൽക്കുക. ശ്രീജയും ഒരു കുഴപ്പമില്ല, ചെറിയൊരു ഷേക്ക് മാത്രമേ ഉള്ളൂ. വീട്ടിലെ വേറെ മെമ്മറി ആയിട്ട്